സി നെറ്റ് എക്സാമിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം എന്നെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. യെസ്, അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ വന്നിട്ടുള്ള ആളുകളെല്ലാം എന്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, അതായത് ഓൾറെഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണോ, ഫസ്റ്റ് ടൈം നെറ്റ് എക്സാം എഴുതാൻ പോകുന്ന ആളുകളാണോ, ഒന്നും എക്സാമിനെ പറ്റി അറിയാത്ത ആളുകളാണോ എന്നെല്ലാം ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ നല്ലതായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സെഷനിൽ പോകാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് തവണ അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുള്ള ഒരാളായിരിക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേർക്ക് ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ ഓക്കെ, സെക്കൻഡ് ടൈം എഴുതുന്ന ആളും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു സെഷൻ തന്നെയായിരിക്കും ഇന്ന്. ഓക്കെ, റിപ്പീറ്റ് എഴുതുന്ന ആളുകളും ഉണ്ട്, ഫസ്റ്റ് ടൈം എഴുതുന്ന ആളുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു സെഷൻ ആയിരിക്കും. നമ്മൾ ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും പറയുന്നത്. ഒരു പക്ഷേ സെക്കൻഡ് ടൈം എഴുതുന്ന ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ കുറച്ച് എന്താ പറയുക, പേഷ്യൻസ് കാണിച്ചിരിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ സബ്ജക്റ്റിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പാറ്റേൺ എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നെല്ലാം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങളാണ്. അതിനു മുൻപ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഈ UGC നെറ്റ് എക്സാം? ചിലപ്പോൾ നിങ്ങൾ രണ്ടാമതും മൂന്നാമതും ഒക്കെ എഴുതുകയാണെങ്കിലും എന്താണ് ഈ എക്സാം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ NTA കണ്ടക്ട് ചെയ്യുന്ന ഒരു നാഷണൽ ലെവൽ എക്സാം ആണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത്. നെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ മൊത്തമുള്ള സൈക്കോളജി സ്റ്റുഡൻസുമായിട്ടുമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്, ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി 3 ക്രൈറ്റീരിയാസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 3 കാറ്റഗറീസ് വന്നിട്ടുണ്ട് നമ്മുടെ എക്സാമിൽ. അതിൽ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് JRF ആണ്, അതായത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അപ്പം നമുക്ക് JRF കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കൊരു ഫെലോഷിപ്പോട് കൂടി, ഒരു സ്റ്റൈപ്പൻഡോട് കൂടി നമുക്ക് PhDക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് 3 ഇയർ വാലിഡിറ്റി ആണ് ഉണ്ടാവുക. അതായത് ഇപ്പൊ എനിക്ക് ഈ ഇയറിലാണ് JRF കിട്ടിയിട്ടുള്ളതെങ്കിൽ വിത്തിൻ 3 ഇയേഴ്സ്, അതായത് ഒരു 2028 ആകുന്നതിനുള്ളിലെങ്കിലും ഞാൻ JRFന് ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇതിന് ഒരു ഏജ് ലിമിറ്റും കൂടെ ഉണ്ട് JRFന്. അപ്പോൾ നിങ്ങൾ 30 ഇയേഴ്സ് ആണെങ്കിൽ, 30 ഇയേഴ്സിന് താഴെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് JRF അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ ഈവൻ മാർക്ക് നിങ്ങൾക്ക് JRFന്റെ കട്ട് ഓഫ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് JRF കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഏജ് ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടാവരുത്. ആൻഡ് OBC അതുപോലെ തന്നെ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 35 ആണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ വരുന്ന അതിന് താഴെ വരുന്ന ഒരു സാധനമാണ്, കാറ്റഗറിയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ അഥവാ നെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിട്ട് കോളേജസിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് JRFൽ നിന്ന് ഡിഫറെന്റ് ആകുന്നത്, ഇതിന് ലൈഫ് ലോങ് വാലിഡിറ്റി ആണ്. അതായത് ഈ ഇയറിലാണ് ഞാൻ നെറ്റ് ക്രാക്ക് ചെയ്യുന്നതെങ്കിൽ ഇനി ലൈഫ് ലോങ് ഏതൊരു കോളേജസിൽ ഇന്റർവ്യൂസ് വിളിച്ചു കഴിഞ്ഞാലും എനിക്ക് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും സെലക്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോയിൻ ചെയ്യാനും പറ്റും. ഇതിന് ഏജ് ലിമിറ്റ്സ് ഇല്ല എന്നുള്ളതാണ് നെറ്റിന്റെ പ്രത്യേകത. ഇനി റീസെന്റ് ആയിട്ട് ഒരു കാറ്റഗറി കൂടെ ആഡഡ് ആയിട്ടുണ്ട്, PhD എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ റിപ്പീറ്റ് എഴുതുന്ന ആളുകളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ PhD എലിജിബിലിറ്റി ഉണ്ടാവും. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PhDക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ സ്റ്റൈപ്പൻഡ് ഉണ്ടാവില്ല. അതും മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസിൽ ആ ഒരു പെർട്ടിക്കുലർ ഇയറിലായിരിക്കും നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഈ 3 കാറ്റഗറീസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് വരിക. അതായത് JRFനാണ് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് ഉണ്ടാവുക, അതിന്റെ താഴെയാണ് നെറ്റിന്റെ കട്ട് ഓഫ് വരിക, ആൻഡ് അതിന്റെയും താഴെ ആയിരിക്കും PhD എലിജിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയുടെ കട്ട് ഓഫ് വരുന്നുണ്ടാവും. കട്ട് ഓഫ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. JRF ഉണ്ടെങ്കിൽ നിങ്ങൾ JRF ക്വാളിഫൈ ചെയ്ത അതിന്റെ താഴെയുള്ള കാറ്റഗറീസ് എല്ലാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തു എന്നാണ്. JRF ക്വാളിഫൈ ചെയ്താൽ നെറ്റും ക്വാളിഫൈ ചെയ്തു എന്നുള്ളതാണ്. നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ JRF ഇല്ല, അതിന് താഴെയുള്ള
രണ്ട് കാര്യങ്ങളും വരും. ആൻഡ് PhD എന്ന് പറയുന്ന സമയത്ത് PhD അഡ്മിഷൻ എടുക്കാൻ പറ്റും, പക്ഷെ ദർ വിൽ ബി നോ സ്റ്റൈപ്പൻഡ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തരുന്ന സ്റ്റൈപ്പൻഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവൈലബിൾ ആവും. പക്ഷെ നമുക്ക് JRFന്റെ അണ്ടറിൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് ആയിരിക്കും അവൈലബിൾ അല്ലാത്തത്. ഓക്കെ, അത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇനി എങ്ങനെയാണ് ഈ എക്സാം നടക്കാൻ പോകുന്നത്? നമ്മൾ സാധാരണ എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ PGക്ക് ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പൊ അത് OMR ബേസ്ഡ് ആയിരിക്കും മെജോറിറ്റി എക്സാംസ് ഉണ്ടാവുക. അതായത് നമ്മൾ ഒരു പേപ്പറിൽ 4 ബബിൾസ് ഉണ്ടാവും, അതിലൊരു ബബിൾ കളർ ചെയ്യുന്നു. ചിലപ്പോൾ A ആയിരിക്കും നമ്മൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മൾ കളർ ചെയ്ത് വരുമ്പോൾ അത് B ആയി മാറും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് OMR ഷീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റി മാർക്ക് ചെയ്താലും വീണ്ടും മാറ്റി കുത്താൻ പറ്റും. മാത്രമല്ല കളർ ചെയ്ത് കുറെ സമയം കളയേണ്ടതില്ല. അതൊരു ബെനിഫിറ്റ് ആണ്. ആരോ അൺമ്യൂട്ട് ആണെന്ന് തോന്നുന്നു, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. അപ്പോൾ നമുക്ക് കളർ ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ആൻസർ ആണോ ചൂസ് ചെയ്യുന്നത് അത് അപ്പൊ തന്നെ മാർക്ക് ചെയ്യാനും, പിന്നീട് ആ 3 അവർ ടൈം ഫ്രെയിമിൽ, 3 മണിക്കൂറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ 3 അവർ ടൈം ഫ്രെയിമിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും ആൻസേഴ്സ് മാറ്റി കുത്താനും പറ്റും. ഓക്കെ, അപ്പോൾ 2 തവണയാണ് ഒരു ഇയറിൽ നമ്മുടെ നെറ്റ് എക്സാം നടക്കുന്നുണ്ടാവുക. നമ്മളിപ്പോ ഇനി നടക്കാൻ പോകുന്നത് ഡിസംബർ ടേമിലെ എക്സാം ആണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജൂൺ ടേമിലെ എക്സാം നടന്നിരുന്നു. ഒരു ഇയറിൽ 2 എക്സാംസ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമുക്ക് 2 പേപ്പേഴ്സ് ആണുള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2. പേപ്പർ 1 എന്ന് പറയുന്നത് ഒരു ജനറൽ പേപ്പർ ആണ്, 10 യൂണിറ്റ്സ് ഉണ്ട് അതിന്റെ അണ്ടറിൽ. ആൻഡ് പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജി ആണ്. അപ്പൊ ഇത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എക്സാം ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് 4 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. അതിലൊരെണ്ണമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അവിടെയും എഗൈൻ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്, നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്, കാര്യങ്ങള് റിട്രീവ് ചെയ്യല്ല വേണ്ടത്. അപ്പൊ കണ്ട് ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ ക്യൂസ് തരും. അപ്പൊ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. ഓർത്തെടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ സെം എക്സാമിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതണം. അപ്പൊ ഇത് കുറച്ചും കൂടെ നമുക്ക് ഓപ്ഷൻസ് കണ്ട് അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. ഓൾസോ നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ലാത്ത ഒരു എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ കറക്കി കുത്തുക എന്നുള്ളത് ഇവിടെ നടക്കും. നമ്മുടെ ആൻസർ കറക്റ്റ് ആയ 2 മാർക്ക് കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് മാർക്സ് ഒന്നും കിട്ടില്ല. പക്ഷെ മാർക്സ് ഒന്നും നഷ്ടമാകുന്നില്ല എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ സെയിം സബ്ജക്റ്റിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് 55% ആയിരിക്കണം. OBC SC ST അല്ലെങ്കിൽ നിങ്ങൾ ഒരു വുമൺ ആണെങ്കിൽ 50% ആയിരിക്കണം നിങ്ങളുടെ മിനിമം സ്കോർ എന്ന് പറയുന്നത്. ഇനി 4 ഇയർ ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഇത് വേണ്ടത് പെർസെൻറ്റേജ് വേണ്ടത് 75% ആണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഏജ് ലിമിറ്റ്. അപ്പം JRFന് മാത്രമാണ് നമുക്ക് 30 ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു ഏജ് ലിമിറ്റ് ഉള്ളത്. മറ്റ് കാറ്റഗറീസിനൊന്നും ഏജ് ലിമിറ്റ് വരുന്നില്ല. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം വരുന്നത്. നമുക്ക് പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടിലും 10 യൂണിറ്റ്സ് വീതമാണ് വരുന്നത്. നിങ്ങളിപ്പോ സൈക്കോളജി ഒക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്, നിങ്ങൾക്ക് അറിയാം അവിടെ 10 യൂണിറ്റ്സ് ആണുള്ളത്. അതുപോലെ പേപ്പർ 1ലും നിങ്ങൾക്ക് 10 യൂണിറ്റ്സ് ആണുള്ളത്. ആൻഡ് പേപ്പർ 1ൽ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. അപ്പൊ ടോട്ടൽ നമുക്ക് 100 മാർക്കാണ് പേപ്പർ 1ൽ സ്കോർ ചെയ്യാൻ പറ്റുക. ആൻഡ് സൈക്കോളജിയിലേക്ക് വരുമ്പോൾ പേപ്പർ 2ലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 200 മാർക്കാണ്. അപ്പൊ ടോട്ടൽ നമുക്ക് 300 മാർക്കിലാണ് നമ്മുടെ കട്ട് ഓഫ് വരാൻ പോകുന്നത്. ഇനി ഇത്രയും നേരമായിട്ട് നമ്മൾ ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇത് ആക്ച്വലി? അപ്പം ഒരു സെറ്റ് ആയിട്ടുള്ള എപ്പോഴും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് നമുക്കില്ല. കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓരോ ടേമിലും ഓരോ എക്സാമിലും മാറി മാറി വരുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും അത് മാറി വരുന്നത്? നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ആ ടേമിൽ നടന്നിട്ടുള്ള എക്സാം ഡിഫിക്കൽട്ടിയും അതിലെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസും ബേസ് ചെയ്തിട്ടായിരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആണെങ്കിൽ കട്ട് ഓഫും വളരെ ഹൈ ആവും. കാരണം കുട്ടികളുടെ പെർഫോമൻസ് വളരെ ഹൈ ആയിരിക്കും. അപ്പൊ ആ കുട്ടികളുടെ പെർഫോമൻസിന്റെ ആവറേജ് എടുത്തിട്ടായിരിക്കും ആ കട്ട് ഓഫ് തീരുമാനിക്കുന്നുണ്ടാവുക. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം ആണെങ്കിൽ
കുട്ടികളുടെ പെർഫോമൻസും താഴെ പോകും. അപ്പൊ നമ്മൾ അവിടെ ആവറേജ് എടുക്കുന്ന സമയത്ത് അവരുടെ കട്ട് ഓഫും നമ്മുടെ കട്ട് ഓഫ് വരുന്ന സമയത്ത് അതും ലോ ആയിരിക്കും. ഇനി നിങ്ങൾ ലാസ്റ്റ് ടേമിൽ എക്സാം എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരുന്നു. എനിക്ക് തോന്നുന്നു 248 JRFന്റെ ജനറലിന്റെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. OBC 238 ആയിരുന്നു. അപ്പോൾ ഇത്രയും ഹൈ ആവാനുള്ള കാരണം നല്ല ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. സൈക്കോളജി എസ്പെഷ്യലി ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അതുകൊണ്ടാണ് ആവറേജ് വന്ന സമയത്ത് ഇത്രയും ഹൈ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആയത്. ഇനി നെക്സ്റ്റ് ടൈം എങ്ങനെയായിരിക്കും അത് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എക്സാം കഴിഞ്ഞ് അതിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചെങ്കിലും മനസ്സിലായാലാണ് നമുക്ക് കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാനെങ്കിലും പറ്റും. ഓക്കെ, ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരികയാണ്. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എന്തൊക്കെ വെയിറ്റേജിലാണ് ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഒരു 50% അല്ലെങ്കിൽ ഒരു 50% അബവ് മാർക്സ് വരുന്നത് ഓവർ ദ ഇയേഴ്സ് ഒബ്സർവ് ചെയ്തതിൽ നിന്ന് മനസ്സിലാവുന്നത് വെറും 5 യൂണിറ്റ്സിൽ നിന്ന് മാത്രമാണ്. അപ്പം ആ 5 യൂണിറ്റ്സും ഏറ്റവും ആദ്യം പഠിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ആദ്യം നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആയി തോന്നുന്ന ഒരു യൂണിറ്റും കൂടിയാണ് റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2025 ഈ ജൂണിൽ നടന്നിട്ടുള്ള എക്സാമിൽ നമുക്ക് 11 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുൻപുള്ള എക്സാം ഡിസംബർ 2024 നമുക്ക് 14 ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിരുന്നത്. 14 ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 28 മാർക്കാണ് ആ ഒരു യൂണിറ്റിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതിനു മുൻപ് ക്യാൻസൽഡ് എക്സാമിന് ശേഷം ഓഗസ്റ്റിൽ ഒരു എക്സാം നടന്നിരുന്നു. ഓഗസ്റ്റ് 2024 ആ എക്സാമിൽ നമുക്ക് 14 ക്വസ്റ്റ്യൻസ് അഗൈൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ജൂൺ 2024 നമുക്ക് ഈ ജൂൺ 2024 എന്ന് പറയുന്ന എക്സാം ആണ് നമ്മുടെ ക്യാൻസൽഡ് എക്സാം. ആ എക്സാമിൽ നമുക്ക് 17 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസംബർ 2023 നമുക്ക് അഗൈൻ 15 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ഇൻക്രീസ് ആവുന്നുണ്ട്, ഡിക്രീസ് ആവുന്നുണ്ടെങ്കിൽ പോലും അത് എപ്പോഴും ഹൈ ആയിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് ഓവർ ദ ഇയേഴ്സ്. അപ്പൊ ഈ യൂണിറ്റ് പഠിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഡേറ്റ കാണിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻസ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഡെവലപ്മെന്റ് വേറെ പഠിക്കുന്നു, ഇന്റർവെൻഷൻ സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ സെപ്പറേറ്റ് ആണ് പഠിക്കാറുള്ളത്. ഇതിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ റീസെന്റ് എക്സാമിൽ ജൂൺ 2025 എക്സാമിൽ അഗൈൻ നമുക്ക് 14 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് കമ്പൈൻഡ് ആണ് കേട്ടോ. ഡെവലപ്മെന്റിൽ നിന്ന് ഒരു 7-8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആൻഡ് ബാക്കി ക്വസ്റ്റ്യൻസ് ഇന്റർവെൻഷൻസിൽ നിന്നായിരുന്നു. പിന്നെ ഡിസംബർ 2024 നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 2024 നമുക്ക് 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ജൂൺ 2024 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡിസംബർ 2023 നമുക്ക് 11 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. എല്ലാ തവണയും എബൌട്ട് 10 തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻസ് ആണ്. ഈ ഒരു യൂണിറ്റിൽ നിന്നും എല്ലാ തവണയും 10ന് മുകളിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും സ്കോർ ആണ് നമുക്ക് ആ യൂണിറ്റിൽ വാങ്ങാനായിട്ട് പറ്റുക. ഇതിന്റെ ഈ 5 യൂണിറ്റ്സും കമ്പൈൻ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അറൌണ്ട് 50 to 53 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. നമുക്കറിയാം മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ തന്നെ ഈ 5 ടോപ്പിക്സിൽ നിന്നാണ് 53ഓളം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്.
അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കാനോ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് ചിലപ്പോൾ റിസർച്ച് അല്ലെങ്കിൽ ബയോളജിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം കവർ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇനി ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയറിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ചൊരു അത്ര ഫിക്സ്ഡ് അല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു 10 വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ 5ലേക്ക് താഴ്ന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജൂൺ 2025 നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. അതായത് 20 മാർക്കാണ്. ഡിസംബർ 2024 അഗൈൻ 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓഗസ്റ്റിൽ 6 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നു. പക്ഷെ ജൂണിൽ എന്തായിരുന്നു, 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വീണ്ടും ഡിസംബറിലേക്ക് പോകുമ്പോൾ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യൂണിറ്റിനെ നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ്. ആ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ മെമ്മറി അല്ലെങ്കിൽ അറ്റൻഷൻ പെർസെപ്ഷൻ ഒന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതായത് ഒരു 6 ക്വസ്റ്റ്യൻസിൽ മുകളിൽ ഒരിക്കലും ആ യൂണിറ്റുകളിൽ വരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ യൂണിറ്റിന് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി വരുന്നത് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയും ചില സമയത്ത് കുറച്ച് ഫ്ലക്ച്വേഷൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ ജൂൺ 2025 റിലേറ്റീവ്ലി കുറച്ച് ലോ ആണ്. 9 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അതായത് 18 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡിസംബർ 2024 പക്ഷേ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓഗസ്റ്റിൽ വളരെ കുറവായിരുന്നു, 7 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ജൂണിൽ 13, ഡിസംബറിൽ അഗൈൻ 12 ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പൊ അഗൈൻ സോഷ്യൽ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ്. പിന്നെ വരുന്നത് എമർജൻസ് ഓഫ് സൈക്കോളജി. നമുക്ക് എല്ലാവർക്കും റിലേറ്റീവ്ലി കുറച്ച് ന്യൂ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. നിങ്ങൾ PGക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ഇന്ത്യൻ സൈക്കോളജിയും ബുദ്ധിസവും സൂഫിസവും ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റിലേറ്റീവ്ലി ന്യൂ ആയതുകൊണ്ടും സാൻസ്ക്രിറ്റ് ടേംസ് കുറച്ച് നമുക്ക് ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടും നമ്മൾ സ്കിപ്പ് ആക്കാനും അവോയ്ഡ് ചെയ്യാനും സാധ്യതയുള്ള ഒരു യൂണിറ്റ് ആണ്. പക്ഷെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു യൂണിറ്റ് ആണ്. ജൂൺ 2025 9 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഡിസംബർ 2024 7 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓഗസ്റ്റിലും ജൂണിലും ഡിസംബറിലും നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നതായിട്ട് കാണാൻ പറ്റും. 24 മാർക്കാണ് ഓഗസ്റ്റിൽ വന്നിട്ടുള്ളത്. ജൂണിൽ 26 മാർക്സ് ഉണ്ട്. അത് വളരെ ഹൈ ആണ്. ഒരു 25% ആ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. ഡിസംബറിൽ നമുക്ക് 20 മാർക്സ് ആണ് വന്നിട്ടുള്ളത്. അതും അഗൈൻ ഹൈ ആണ്. 20% എന്ന് പറയുന്നത് വളരെ ഹൈ തന്നെയാണ് ഒരു യൂണിറ്റ് വെച്ച് നോക്കുന്ന സമയത്ത്. യെസ്, അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു ഇയറിലെ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഓരോ യൂണിറ്റിലെയും ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് അബൌവ് 50%. അതായത് നമ്മൾ മറ്റു യൂണിറ്റ്സിലൊക്കെ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ യൂണിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ബാക്കി 50% എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതായത് ഇനി നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. മോട്ടിവേഷൻ, അറ്റൻഷൻ പെർസെപ്ഷൻ, എമർജിങ് ഏരിയാസ്, അങ്ങനെ കുറെ ടോപ്പിക്സ് ഉണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. ഈ യൂണിറ്റിലെല്ലാം പല കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പക്ഷെ ഓവർ ദ ഇയേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഈ 5 യൂണിറ്റിൽ മാത്രം അതിൽ വലിയ ഡിഫറൻസ് ഉണ്ടായിട്ടില്ല. അതായത് ചിലപ്പോൾ എമർജൻസി ആയിരിക്കും കൂടുതൽ, ചിലപ്പോൾ സോഷ്യൽ സൈക്കോളജി ആയിരിക്കും കൂടുതൽ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഹൈറാർക്കി ഡിഫറെന്റ് ആയേക്കാം. പക്ഷെ ഇവര് തന്നെയാണ് എപ്പോഴും ടോപ്പ് 5 എന്നുള്ളതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യേണ്ടത്? അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? നമ്മൾ UGC പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സിലബസ് വായിച്ചു നോക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ PG സമയത്തും അതുപോലെ UG സമയത്തും ഒക്കെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് നോട്ട്സ് ഉണ്ടാവും. ഈ യൂണിറ്റിൽ നിന്നല്ല നമ്മുടെ കയ്യിലുള്ള കുറെ നോട്ട്സ് ഉണ്ടാവും. അത് നമ്മൾ ഭയങ്കര ഡെപ്തിലാണ് തിയറീസ് എല്ലാം പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ നോട്ട്സ് നമ്മൾ റെഫർ ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. ഇനി ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു ഫ്ലോ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് UGC ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾക്ക് മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പൊ അതിനുശേഷം ഒരുപാട് പാറ്റേണൽ ചേഞ്ചസ് നമ്മുടെ സിലബസിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ഈവൻ സൈക്കോളജി ആവട്ടെ, പേപ്പർ 1 ആവട്ടെ, അതിലേക്ക് അപ്ഡേറ്റഡ് ആയിട്ടില്ല.
ഒരു ടോപ്പിക് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തന്നെ ഏറ്റവും ഡെപ്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. പക്ഷെ വളരെ വേഗമായിട്ടായിരിക്കും ആ ടോപ്പിക്കിനെ പറ്റി നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പല തിയറീസും പുതിയ പല മെത്തേഡ്സും അതിൽ നമ്മുടെ സിലബസ് ഫോളോ ചെയ്തിട്ടാണ്, നിങ്ങൾ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോകും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. നമ്മള് യൂണിറ്റ് 1 എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ലേണിംഗ് തിയറീസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിൽ കുറെ കാണാനായിട്ട് പറ്റും. ലേണിംഗ് തിയറീസിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് ലേണിംഗിൽ പഠിക്കാനുള്ളതാണ്. അതല്ലാണ്ട് പേപ്പർ 1ലും ലേണിംഗ് തിയറീസ് ഒരുപാടുണ്ട്. നിങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന യൂണിറ്റ് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഇനി സിലബസ് എടുത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. എന്നാൽ എക്സാം വരുന്ന സമയത്ത് റീസെന്റ് എക്സാംസിൽ എസ്പെഷ്യലി ഈ ഒരു ഏരിയയിൽ നിന്ന് വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ സിലബസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, സിലബസ് മാത്രം നോക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് മിസ്സായി പോകും. അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ഈ സിലബസിനെ റിലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് വളരെ ബ്രോഡ് ആയിട്ടാണ് നമ്മുടെ സിലബസ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്മോൾ ആണ്, ഒട്ടും പെർട്ടിക്കുലർ അല്ല. അപ്പോൾ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസും പല കോൺസെപ്റ്റ്സും പല ഏരിയാസും നമ്മുടെ സിലബസിൽ ഉണ്ടാവില്ല. പക്ഷെ എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതെല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? സിലബസ് നമ്മൾ നോക്കണ്ടെന്നാണോ? അല്ല, സിലബസ് നമ്മൾ നോക്കണം. സിലബസ് ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും വേണം. പക്ഷെ അത് മാത്രം ആവരുത് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ PYQ എന്ന് പറയുന്നത്. കാരണം PYQ ആണ് നമുക്ക് ഒരു കറക്റ്റ് ഇമേജ് തരുന്നത് എന്തൊക്കെ പഠിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ പഠിക്കണ്ട എന്നുള്ളത്. എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ള അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് പഠിക്കുന്നില്ല എന്നുള്ളത്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ സബ്ജക്റ്റിലാവട്ടെ പേപ്പർ 1ലാവട്ടെ ഒരു കടല് പോലെ ഇൻഫർമേഷൻ ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ PG അല്ലെങ്കിൽ UG നോട്ട്സ് ആണ് റെഫർ ചെയ്യുന്നെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുക? എന്ത് പഠിക്കണ്ട, എന്ത് പഠിക്കണം, ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് PYQs ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് എന്താണ്. അപ്പൊ അത് മനസ്സിലായാലാണ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക ഈ ടോപ്പിക് ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുള്ള ഒരാളാണെങ്കിൽ മനസ്സിലാവും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ലോ ആണ്. അങ്ങനെ വന്നിട്ടില്ല എന്നല്ല, പക്ഷെ വളരെ കുറവ് ക്വസ്റ്റ്യൻസ് മാത്രമേ അങ്ങനെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്നാൽ കോൺസെപ്റ്റ്സ് നോക്കുകയാണെങ്കിൽ അത് ഇഷ്ടം പോലെ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഫ്രീക്വന്റ്ലി റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് പഠിക്കാനും അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഡെപ്ത് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു തിയറി മെൻഷൻ ചെയ്തിട്ടുണ്ട് സിലബസിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത് പഠിക്കുന്നുണ്ട്, പക്ഷെ അതിൽ കൊടുക്കേണ്ട ഡെപ്ത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മൾ അറ്റൻഷൻ പെർസെപ്ഷൻ പോലൊരു യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ തിയറീസിന്റെ ഡെപ്ത് ആവശ്യമില്ല. അവിടെ നമ്മൾ അറ്റൻഷന്റെ ഒരു തിയറി പഠിക്കുന്നുണ്ടെങ്കിൽ ആരാണ് പ്രപ്പോസ് ചെയ്തത്, എന്താണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇമോഷന്റെ ഒരു തിയറി ആണെങ്കിൽ എന്താണ് ആ ഇമോഷൻ തിയറി പറയുന്നത്, ആരാണ് അത് പ്രപ്പോസ് ചെയ്തത്, ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ സോഷ്യൽ സൈക്കോളജിയിൽ വരികയാണെങ്കിൽ ഇത് പോരാ. നമ്മൾ ജസ്റ്റ് ആരാണ് പ്രപ്പോസ് ചെയ്തത്, എന്താണ് ആ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സൈക്കോളജിയിൽ എനഫ് ആയിരിക്കില്ല. അവിടെ കുറച്ചും കൂടെ ഡെപ്തിലാണ് കാര്യങ്ങൾ വരിക. ആ തിയറിയിൽ പറയുന്ന ഓരോ ഫീച്ചറും അതിന്റെ അണ്ടറിൽ വരുന്ന ഓരോ ടേമും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഓരോ തിയറിക്കും ഓരോ യൂണിറ്റ് വൈസ് നമ്മൾ കൊടുക്കേണ്ട ഡെപ്ത് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അത് നമുക്ക് PYQ നോക്കിയാലാണ് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ഷിഫ്റ്റ് ഇൻ ദ പാറ്റേൺ ഓവർ ദ ഇയേഴ്സ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഒരു 2013 ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയിട്ട് എക്സാമിന് പോയി എഴുതിയിട്ട് കാര്യം ഉണ്ടാവില്ല. കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലാണ് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലാവുക. അപ്പോൾ ഒരു 3-4 ടേം മുൻപ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് നമുക്ക് അസേർഷൻ റീസൺ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. എന്നാൽ പിന്നീട് അവർ അസേർഷൻ റീസൺ എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ ടൈപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. പകരം എന്ത് ചെയ്തു? കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേജസ് അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നു. കൂടുതൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നു. കൂടുതൽ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ നിന്ന് 4 ഓപ്ഷൻ ചൂസ് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യനേക്കാളും ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ട് ആ ഓപ്ഷൻസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം അതിന്റെ ഓർഡർ ആയിരിക്കും പിന്നെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പം ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ഫൈനൽ ആൻസറിലേക്ക് എത്താനുള്ള പ്രൊസീജിയർ കുറച്ചും കൂടെ അവർ ഡിഫിക്കൽട്ട് ആക്കി. ഇങ്ങനെയുള്ള ചേഞ്ചസ് എല്ലാം അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേജസ് വരുന്ന തിയറീസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇപ്പൊ സോഷ്യൽ സൈക്കോളജിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് തിയറീസിന്റെ സ്റ്റേജസ് പറയുന്നുണ്ട്. ഹെൽപ്പിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡെവലപ്മെന്റ്, ഇതിലൊക്കെ സ്റ്റേജസ് വരുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേജസ് വരുന്ന തിയറീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ക്രൊണോളജി ചോദിക്കുന്നുണ്ട് നമുക്ക്. എമർജൻസ് ഓഫ് സൈക്കോളജിയിലാണ് കൂടുതൽ ക്രൊണോളജി വരുന്നത് നമ്മുടെ ഒരു സബ്ജക്റ്റിൽ. അപ്പൊ അവിടെ കൂടുതൽ ക്രൊണോളജീസ് മനസ്സിലാക്കണം. എന്താണ് ഇന്ത്യൻ സൈക്കോളജിയിൽ തന്നെ എങ്ങനെയാണ് സൈക്കോളജിയുടെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്, അതുപോലെ തന്നെ സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ എങ്ങനെയാണ് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്, ഇതിന്റെ എല്ലാം ക്രൊണോളജി ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് എഗൈൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴാണ്. ഇനി എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കുക, എങ്ങനെയാണ് PYQ നോക്കേണ്ടത്? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഇ ബുക്ക് ഒക്കെ അവൈലബിൾ ആണ്, അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റും. അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഒരുപാട് പഴയതൊന്നും നോക്കണം എന്നില്ല. മിനിമം ഒരു 5 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും നിങ്ങൾ അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അധികം ആളുകളും ചെയ്യുന്ന ഒരു കാര്യം, ഇതാണ് സിലബസ്, ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഗോൾ ആയിരിക്കും വെക്കുന്നുണ്ടാവുക. അത് തെറ്റാണ്. നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പല സമയത്തും സിലബസ് കവർ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻസ് PYQs നോക്കുക എന്നുള്ളതിലാണ്. പല ആളുകളും നെറ്റ് ക്രാക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ടല്ല. ട്രസ്റ്റ് മീ, PYQs നോക്കിയിട്ടാണ്. ഒരുപാട് തവണ PYQs പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ്, ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻഡ് അത് അനുസരിച്ച് നമ്മൾ പോയി എഴുതുന്ന സമയത്ത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, തിരിച്ചു വരാം. നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു 5 ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അതിനെ സോർട്ട് ചെയ്യണം. ടോപ്പിക് വൈസ് സോർട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്ക് ഓൾദോ നമുക്ക് ഒരു 10 യൂണിറ്റ് ആണുള്ളതെങ്കിലും ഏകദേശം ഒരു 16 ടോപ്പിക്കോളം നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ മെമ്മറി, ഫൊഗറ്റിംഗ്, അതുപോലെ ലേണിംഗ്, ഇന്റലിജൻസ്, അറ്റൻഷൻ, പെർസെപ്ഷൻ, ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് കുറെ യൂണിറ്റ് ടോപ്പിക്സ് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 16 ടോപ്പിക്സ് ആക്കാനായിട്ട് പറ്റും. ഈ ടോപ്പിക്സും അതിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്സും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം, ടോപ്പിക് വൈസ് സോർട്ട് ചെയ്യാം. ശരിക്കും ഈ അനലൈസ് ചെയ്യുക എന്നുള്ള പ്രൊസീജിയറിൽ നിങ്ങൾ കുറച്ചും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇ ബുക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ ഐഫറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് എന്തൊക്കെ ടോപ്പിക്സ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ സൈക്കോളജിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഗ്രൂപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ സൈക്കോളജിയിൽ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് അതൊരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. അപ്പൊ ആ തിയറി നിങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേജസ് അറേഞ്ച് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാവും. ഇങ്ങനെയാണ് ടോപ്പിക്സ് സോർട്ട് ചെയ്യേണ്ടത്. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റേജ് മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അത് ചെയ്തു തന്നിട്ടുണ്ട്. അതായത് ഒരു 5 യൂണിറ്റ്സ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതിൽ വെയിറ്റേജ് കൂടുതലുള്ള യൂണിറ്റ്സിന് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ പേഴ്സണാലിറ്റി, ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു യൂണിറ്റ് ആണെങ്കിൽ പോലും ആദ്യം തന്നെ അതെടുത്ത് പഠിക്കുക എന്നുള്ളത് ഒരു സ്മാർട്ട് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞില്ല. കാരണം ഓൾദോ അത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ആ യൂണിറ്റിൽ നിന്ന് വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ യൂണിറ്റ് പഠിക്കുക എന്നുള്ളതിനേക്കാളും സ്മാർട്ട് ആയിട്ടുള്ള ഒരു മൂവ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് ഏതാണ് നോക്കിയിട്ട് അത് മാത്രം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഹാർഡ് വർക്കിനേക്കാളും ഇങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ നിങ്ങൾക്ക് സ്മാർട്ട് വർക്ക് ആയിരിക്കും യൂസ്ഫുൾ ആകുന്നുണ്ടാവുക, എസ്പെഷ്യലി വെയിറ്റേജ് കുറവുള്ള യൂണിറ്റ്സിൽ. പിന്നെ സ്പോട്ട് ഹിഡൻ ഗ്യാപ്സ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സിലബസിൽ കുറെ ഗ്യാപ്സ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ ശ്രമിക്കുക. എവിടൊക്കെയാണ് എക്സ്ട്രാ ടോപ്പിക്സ് പുതിയതായിട്ട് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളത് അത് സ്പോട്ട് ചെയ്യുക, അത് കണ്ടുപിടിക്കുക, അത് പഠിക്കുക. അതാണ് PYQ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചിലപ്പോൾ ഏറ്റവും അവസാനത്തെ മാസമായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഡിസംബറിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു നവംബർ ആവട്ടെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്യാം, ക്വസ്റ്റ്യൻസ്
അപ്പൊ നോക്കിയാൽ മതിയല്ലോ. അതുവരെ സിലബസ് വായിക്കാം, സിലബസ് പഠിക്കാം എന്നായിരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഈച്ച് ആൻഡ് എവറി യൂണിറ്റ്, ഓരോ കാര്യം പഠിക്കുന്ന സമയത്തും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടാണ് PYQs മാറ്റർ ചെയ്യുന്നത് എന്നുള്ളത് വീണ്ടും പറയാണ്. റിയൽ എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ പ്രിപ്പറേഷനിൽ നമ്മൾ ഗസ് വർക്ക് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും. ഈ ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഡേറ്റയിൽ നിന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ 5 യൂണിറ്റിൽ നിന്ന് തന്നെയാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പൊ ആ യൂണിറ്റ്സ് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് യൂണിറ്റിന് കുറച്ചും കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം, എന്ത് പ്രയോറിറ്റൈസ് ചെയ്യണം, സ്മാർട്ടായിട്ട് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. അപ്പം കുറച്ചും കൂടെ സിലബസ് ഓറിയന്റഡ് അല്ലാണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സിലബസും നമ്മുടെ എക്സാമും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. സിലബസിൽ പറയുന്ന കാര്യങ്ങളല്ല നമ്മുടെ എക്സാമിന് വരുന്നത് പലരും. അപ്പോൾ സിലബസിനെ നിങ്ങൾ തള്ളിക്കളയണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ സിലബസിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇരിക്കരുത്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന യൂണിറ്റിലെ ഗ്രൂപ്പ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി ആണെന്ന് ഞാൻ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? ഒരു ഡൗട്ട് ചോദിക്കാൻ പറ്റുമോ? യെസ് ഷുവർ, ചോദിച്ചോളൂ. ചോദിക്കാൻ വന്നത്, ഇപ്പം ഒരു പാറ്റേൺ പറഞ്ഞിരുന്നുണ്ട്, ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതെന്ന്. ഒരു മേ ബി ഒരു 5 ടൈംസ് എക്സാമിൻ്റെ ഒരു റിസൾട്ടിൻ്റെ ബേസിസിലാണ് മാം അത് പറയുന്നത്. ഈ തവണ അത് അവർ മാറ്റി ചിന്തിച്ച് വേറൊരു ക്വസ്റ്റ്യൻ പാറ്റേണിലാക്കാനുള്ള സാധ്യതകളുണ്ടോ? അതായത് ഡിസംബറിലേക്കാണോ ചോദിക്കുന്നത്? ഡിസംബറിലേക്കോ അടുത്ത ജൂണിലേക്കോ. അപ്പോൾ എല്ലാ തവണ ഇപ്പോൾ റിസർച്ചിൽ നിന്നും സോഷ്യലിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഈ തവണ നമുക്ക് പേഴ്സണാലിറ്റിയിൽ നിന്ന് ചോദിക്കാം, അങ്ങനെ ഒരു ചിന്താഗതിയിലൂടെ ഒരു ക്വസ്റ്റ്യൻസ് മാറ്റി ചോദിക്കാൻ ഉള്ള ലൈക്ക് കംപ്ലീറ്റ് ടേൺ, ഒരു കംപ്ലീറ്റ്ലി ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ ഒരു മൊത്തം മാറ്റം വരുന്നു. കൂടുതൽ ചോദിച്ചിരുന്നത് അടുത്ത തവണ കുറവ് ചോദിക്കുന്നു, കുറവ് ചോദിച്ചിരുന്നത് കൂടുതൽ ചോദിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഓക്കെ, അപ്പം 100% അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഡേറ്റ യൂസ് ചെയ്തിട്ടാണ്. ഞാനിപ്പോ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു 5 ഇയേഴ്സിന്റെ ആണ്. പക്ഷെ എൻ്റെ അടുത്ത് ഒരു ഏകദേശം ഒരു 2018 വരെയുള്ള ഡേറ്റ ഉണ്ട്. അതിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡിഫറൻസുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ ആ ടേബിൾ കാണിക്കാം. അവര് റിസർച്ചിനല്ല എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും സോഷ്യൽ സൈക്കോളജിക്ക് അല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുണ്ട്. റിസർച്ച് 11 ആയിരുന്നു, പിന്നെ 14 ആയി. ഇപ്പുറത്ത് വന്നപ്പോ ഡെവലപ്മെന്റ് 14ഉം ഡെവലപ്മെന്റ് ആദ്യം 14ഉം പിന്നെ 15ഉം ആയിരുന്നു. അപ്പോൾ ആ ഫ്ലക്ച്വേഷൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴും ഉണ്ടാകുന്നത് ഈ 5 യൂണിറ്റ്സിലാണ്. അപ്പൊ നമുക്ക് എപ്പോഴും എങ്ങനെയായിരിക്കും എന്നുള്ളത് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പറയുന്നത് ഗസ് വർക്ക് അല്ല, ഡേറ്റ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കുറച്ചും കൂടെ അത് റിലയബിൾ ആണ്. ഒരു 95% ഞാൻ ഉറപ്പ് പറയാം അതിൽ മാറ്റം ഉണ്ടാവില്ല. ബിക്കോസ് നമ്മളൊരു 2019 വരെയുള്ള ഡേറ്റ കൂടെ ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. നമുക്ക് നമ്മുടെ ഈ ഒരു എക്സാമിന്റെ ഒരു മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ റിസർച്ച് ഏരിയ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും അതിന്റെ പാറ്റേൺ ഉണ്ടാവുക എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വിശ്വസിക്കുകയല്ല, അത് ആ ഒരു ഡേറ്റ നമ്മളെ എന്താ പറയാ, അത് ഉറപ്പ് തരുന്നുണ്ട് ആ ഡേറ്റ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സോഷ്യൽ സൈക്കോളജിയിലെ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അതിൽ നിന്ന് സ്റ്റേജസിൽ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ജൂൺ 2025 വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ JRF ക്ലബ് സെഷനിൽ ഉണ്ടായിരുന്ന എന്റെ പഴയ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അറിയാം, നമ്മൾ JRF ക്ലബിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസംബർ 2024 വന്നിട്ടുണ്ട്. മാത്രമല്ല ഇത് ഡിസംബർ 2023 ഇതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അതിന്റെ വേർഡിങ്സ് ഡിഫറെന്റ് ആയിരിക്കും, അതുപോലെ തന്നെ ആയിരിക്കില്ല തന്നിട്ടുണ്ടാവുക. ഓപ്ഷൻ ചിലപ്പോൾ അപ്പുറത്ത് ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവാം, പക്ഷേ സെയിം കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക ഗ്രൂപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, സോഷ്യൽ സൈക്കോളജിയിലെ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ഡിസംബർ 2022 നിങ്ങൾക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ്
എക്സാമിന് പോയിട്ടുള്ളത് എങ്കിൽ ഈ പ്രാവശ്യത്തെ ജൂൺ 2025 ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തെറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ അതാണ് PYQ നോക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു 4 ഇയേഴ്സോളം ഇത് കണ്ടിന്യൂസ്ലി ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു കോൺസെപ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ടൂൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അപ്പൊ അവിടെ അവർ പറയുന്നത് ടൂൾ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് എന്താണെന്ന് വെച്ചാൽ അത് സീക്വൻഷ്യലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റനിൽ വന്നിരിക്കുന്നത്. ഡിസംബർ 2024 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഇൻക്ലൂഡഡ് ആവാത്ത വേറെയും കുറെ കാര്യങ്ങൾ ടൂൾ ഡെവലപ്മെന്റിൽ വരുന്നുണ്ട്. ടൂൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിച്ച ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അതിൽ ചില കാര്യങ്ങൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്യുന്നത്. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക്, ഞാനിവിടെ ഇയർ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഓഗസ്റ്റ് 2024 എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഈ മുൻപ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരുന്നതിൽ ചില കാര്യങ്ങൾ ഉണ്ടാവില്ല, ചിലത് പുതിയതായിരിക്കാം. പക്ഷെ ടൂൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അല്ല പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനല്ല പഠിക്കേണ്ടത്. ആ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ചോദിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് എന്താണ്. ഇപ്പൊ ഇവിടെ ടൂൾ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ടൂൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. എന്നാൽ മാത്രമാണ് അടുത്ത ഇയറിൽ വരുന്ന വേറെ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വീണ്ടും ഓഗസ്റ്റ് 2024 കാണാൻ പറ്റും. ഇവിടെ അതിന്റെ ഫ്രെയിമിംഗ് എല്ലാം ഡിഫറെന്റ് ആണ്, പക്ഷെ അതിന്റെ അണ്ടറിൽ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഡെവലപ്മെന്റ് വരുന്നത്, അതിനെ സീക്വൻഷ്യലി അറേഞ്ച് ചെയ്യാനാണ്. ജൂൺ 2024 സെയിം ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. സെയിം ഇൻ ദ സെൻസ് സെയിം കോൺസെപ്റ്റ് ആണ്, പക്ഷെ ഡിഫറെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പഠിച്ചു പോയ ആൾക്ക് പിന്നെ ഇത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, കാരണം സെയിം കാര്യങ്ങളല്ല അതിന്റെ അണ്ടറിൽ ചോദിച്ചിരിക്കുന്നത്, പക്ഷെ കോൺസെപ്റ്റ് സെയിം ആണ്. കോൺസെപ്റ്റ് പഠിച്ച ആൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ഡിസംബർ 2023 ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആൻഡ് അഗൈൻ ഡിസംബർ 2022 ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള കാരണം, ഞാൻ ഇത്രയും നേരം ഇതിനു മുൻപ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനെ വാലിഡേറ്റ് ചെയ്യാൻ കൂടെ വേണ്ടിയാണ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് പഠിക്കേണ്ടത്, ഏത് കോൺസെപ്റ്റിനാണ് വെയിറ്റേജ് കൂടുതൽ കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാവും. അപ്പൊ ഇനി നിങ്ങൾ ചോദിക്കുക, ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അത് അടുത്ത ഇയറിൽ റിപ്പീറ്റ് ആയില്ലെങ്കിലോ? അത് എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ആവണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ കോൺസെപ്റ്റ്സും റിപ്പീറ്റ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഓവർ ദ ഇയേഴ്സ് ഉള്ള ഒരു 4-5 കൊല്ലത്തിലുള്ള പേപ്പേഴ്സ് പഠിക്കുന്നത്. കാരണം അതിൽ നിന്ന് ഒരു മെജോറിറ്റി കോൺസെപ്റ്റ്സും റിപ്പീറ്റഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി നിങ്ങൾ ഓൾറെഡി ഐഫറിൽ ഭാഗം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഫറിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ JRF എക്സലൻസ് ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അണ്ടറിൽ നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 24 hours ഇമോ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഡെയിലി അസൈൻമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പേപ്പർ 1ന്റെ പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഗ്രോത്ത് റിപ്പോർട്ട് അവൈലബിൾ ആക്കി തരും. ടെക്സ്ച്വൽ അനാലിസിസ് ഉണ്ട്. പേപ്പർ 1ലെ കണ്ടന്റ് നിങ്ങൾക്ക് എജു റീൽസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ ലേറ്റസ്റ്റ് PYQ ബേസ് ചെയ്തിട്ടുള്ള ബ്ലൂ പ്രിന്റും അവൈലബിൾ ആയിരിക്കും. ഇനി ഇതിൽ മെൻഷൻ ചെയ്യാത്ത ഒരു കാര്യം കൂടെ പറയാണ്, നമ്മുടെ സ്റ്റുഡൻസിനെല്ലാം വളരെ ബെനിഫിഷ്യൽ ആയി പറഞ്ഞിട്ടുള്ള, കഴിഞ്ഞ റിസൾട്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ JRF ക്ലബ് എന്ന് പറയുന്നത്. ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഓവർ ദ ഇയേഴ്സ് എങ്ങനെയാണ് പാറ്റേൺ എന്ന് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് അനുസരിച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു സെഷനാണ് നമ്മുടെ JRF ക്ലബ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വിത്ത് ദാറ്റ് ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മാം, കട്ട് ഓഫിന്റെ കാര്യങ്ങൾ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഇപ്പൊ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത് തന്നെ ആ ടൈമിൽ എക്സാം എഴുതുന്ന കുട്ടികളുടെ ആ കാൻഡിഡേറ്റ്സിന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്.
അപ്പം ഒരു എക്സാം വളരെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ അവിടെ അതിനനുസരിച്ച് എല്ലാവരുടെയും പെർഫോമൻസ് താഴെ പോകും. അപ്പോൾ ആ പെർഫോമൻസ് താഴെ പോകുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സാം എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികളുടെയും മാർക്ക് നോക്കും. ആ മാർക്കിന്റെ ആവറേജ് എടുക്കും. എന്നിട്ട് ആ ആവറേജിനെ ബേസ് ചെയ്ത് ഇപ്പൊ ഒരു ആവറേജ് വരുന്നത് ഒരു 250 ആണെന്ന് വിചാരിക്കാം. ആവറേജ് വരുന്നത് 250 ആണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനോടടുത്തൊരു മാർക്ക് കട്ട് ഓഫ് ആയിട്ട് തീരുമാനിക്കും. ആ ആവറേജിനെ ആയിരിക്കും കട്ട് ഓഫ് ആയിട്ട് തീരുമാനിക്കുന്നുണ്ടാവും. അപ്പൊ 250 ആയിരിക്കും JRFന്റെ കട്ട് ഓഫ് തീരുമാനിക്കുക. അതിന്റെ താഴെ ആയിരിക്കും നെറ്റിന്റെ കട്ട് ഓഫ് വരിക. മേ ബി ഒരു 240 ആയിരിക്കും. അതിന്റെയും താഴെ ഒരു 230 ആയിരിക്കും PhD എലിജിബിലിറ്റിയുടെ കട്ട് ഓഫ് വരുന്നുണ്ടാവും. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആണെങ്കിൽ, വളരെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ എല്ലാവരുടെയും പെർഫോമൻസ് താഴെ പോകുന്നതുകൊണ്ട് കട്ട് ഓഫും താഴെ പോകും. അപ്പോൾ മേ ബി ആവറേജ് എടുക്കുന്ന സമയത്ത് ആവറേജ് വരുന്നത് ഒരു 200 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ JRFന്റെ കട്ട് ഓഫ് 200 ആയിരിക്കും. താഴെ ഒരു 190 ആയിരിക്കും നെറ്റിന്റെ കട്ട് ഓഫ് വരിക. 180 ആയിരിക്കും PhD എലിജിബിലിറ്റി വരുന്ന സമയത്ത് അതിന്റെ കട്ട് ഓഫ് വരുന്നുണ്ടാവുക. അങ്ങനെയാണ് കട്ട് ഓഫ് തീരുമാനിക്കപ്പെടുന്നത്. അല്ല, JRF എക്സാം ഒരു സിംഗിൾ എക്സാമിൽ തന്നെ 3 കാറ്റഗറീസ് ആണുള്ളത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഈ നമ്മൾ ഏത് എക്സാമിനാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാവരും സെയിം എക്സാം ആണ് എഴുതുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ആൾക്കാണ് JRF കിട്ടാൻ സാധ്യത. കുറച്ചും കൂടെ താഴെയുള്ള ആൾക്കാണ് നെറ്റ് കിട്ടാൻ സാധ്യത. അതിനും താഴെയുള്ള ആൾക്കാണ് PhD എലിജിബിലിറ്റി ഉണ്ടാവുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം 248 ആയിരുന്നു JRFന്റെ കട്ട് ഓഫ്. എന്ന് വെച്ചാൽ 248 അതിന്റെ മുകളിലോ പോയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് JRF ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവുക. ഒരാൾക്ക് 247 ആണ് മാർക്കെങ്കിൽ അയാൾക്ക് നെറ്റ് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നെറ്റിന്റെ ഒരു കട്ട് ഓഫ് 238 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 238 അതിന്റെ മുകളിലോ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് നെറ്റ് കിട്ടുള്ളൂ. 237 ആണ് അയാളുടെ മാർക്കെങ്കിൽ അയാൾക്ക് PhD എലിജിബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഇനി PhD എലിജിബിലിറ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 228 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 228 അതിന് മുകളിലോ ആണെങ്കിൽ അയാൾക്ക് ആ PhD എലിജിബിലിറ്റി കിട്ടും. 237 ആണ് അയാളുടെ മാർക്കെങ്കിൽ അയാൾക്ക് നോ എലിജിബിലിറ്റി ആയിരിക്കും. അയാൾ എക്സാം ക്രാക്ക് ചെയ്ത് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നോട്ട് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ കാണും. നിമിഷയ്ക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അത് തന്നെയാണോ ചോദിച്ചതെന്ന് അറിയില്ല. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ അപ്പം മാം പറയുന്നത് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ PYQ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്, റാദർ ദാൻ സിലബസ് നോക്കി പഠിക്കുന്നത്. സിലബസ് വായിക്കണം. കാരണം സിലബസ് വായിച്ചാലാണ് ഈ യൂണിറ്റ്സ്, ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാവും. സിലബസ് ആദ്യം വായിക്കണം. പക്ഷെ സിലബസ് മാത്രം വായിച്ച് പഠിച്ചു പോയി പിന്നെ അവസാനം എക്സാമിന് 2 ആഴ്ച മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതല്ല അതിന്റെ രീതി. പേപ്പർ വണ്ണിനും ഇത് ബാധകം ആണോ മാം? അതെ, പേപ്പർ 1നും ഇത് ബാധകമാണ്. കാരണം പേപ്പർ 1ന്റെ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ കാണിച്ചിരുന്നല്ലോ. പേപ്പർ 1ലും ഇങ്ങനെ തന്നെയാണ്. സിലബസ് അല്ല മാറ്റർ ചെയ്യുന്നത്, എക്സാമിൽ വരുന്ന പാറ്റേൺ ആണ്. അത് നമുക്ക് കുറച്ചും കൂടെ പേപ്പർ 1ൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ സബ്ജക്ട് ഒരു ഇയറിൽ അല്ലെങ്കിൽ ഒരു ടേമിൽ ഒരു തവണ ഉണ്ടാവും. പേപ്പർ 1 എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവും. അപ്പൊ എല്ലാ സബ്ജക്റ്റിലെയും ഒരു 16 10 സെറ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ പാറ്റേൺ കുറച്ചും കൂടെ വിസിബിൾ ആയിട്ട് നമുക്ക് കാണാനും പറ്റും പേപ്പർ 1ൽ. പേപ്പർ 1 and 2 സിലബസ് വൈസ് ഷോർട്ട് നോട്ട്സ് കാണുമോ ഓർ ഓൺലി PYQ പ്രാക്ടീസ്? നമ്മൾ കോഴ്സിൽ എല്ലാം അവൈലബിൾ ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് മുതൽ ഷോർട്ട് നോട്ട്സ്, PYQ ഡിസ്കഷൻ, ഇതെല്ലാം അവൈലബിൾ ആണ്. PYQന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ഒരു സെഷനിൽ എംഫസൈസ് ചെയ്യുന്നത് കൊണ്ട് അതിനെപ്പറ്റി സംസാരിച്ചു എന്ന് മാത്രം. ഒരുപാട് ടൈമുള്ള ആളുകൾക്ക് ഓരോ യൂണിറ്റും ഇരുന്ന് പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാനും ഉള്ള അവസരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചോദിച്ചോ. നമ്മൾ ഒരു ഉദ്ദേശം, ഒരു ഡെയിലി ബേസിസിൽ എത്ര ടൈമാണ് നമ്മൾ ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? ഓക്കെ, ടൈം എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. ചിലപ്പോ ഒരു 4 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആളായിരിക്കും ചിലപ്പോ അയാൾ ഒരു കോൺസെപ്റ്റോ രണ്ട് കോൺസെപ്റ്റോ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ
ഇത്തിരി ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ സെപ്റ്റംബർ മന്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഒരു 3 to 4 hours ആണ് നമ്മൾ മിനിമം പഠിക്കേണ്ടത്. അതിന് കൂടുതൽ പഠിച്ചുകൂടാന്നല്ല, 3 to 4 hours നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ദാൻ ഇനഫ് എന്നുള്ളതാണ്. പിന്നെ അത് അഗൈൻ ഓരോരുത്തരുടെ ഒരു സ്റ്റൈലിലും അനുസരിച്ചിരിക്കും. ഇപ്പൊ ഒരാൾ ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും, പക്ഷെ അതിൽ അത്ര തന്നെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നില്ല ആ ടൈമിൽ എങ്കിൽ അതുകൊണ്ടും കാര്യമില്ല. അതേസമയം ചിലപ്പോൾ 2 മണിക്കൂർ പഠിക്കുന്ന ഒരാൾക്ക് അയാളെക്കാളും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാകാം. സോ അതും അഗൈൻ സബ്ജക്റ്റീവ് ആണ്, ഓരോരുത്തർക്ക് പ്രോസസ് ചെയ്യാനും പഠിക്കാനും എടുക്കുന്ന ടൈം പോലെ ഇരിക്കും. മാം ഇനി പേപ്പർ വണ്ണിന്റെ എന്തോ ഒരു സ്ലൈഡ് കാണിച്ചിരുന്നു എന്ന് പറഞ്ഞത് കാണാൻ പറ്റുമോ? മേ ബി ലേറ്റ് ആയി ജോയിൻ ചെയ്തുകൊണ്ട് അത് കണ്ടില്ല എന്ന് തോന്നുന്നു. അതായത് എന്താണ് കാണിച്ചത് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. മാം ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ പേപ്പർ വണ്ണിന്റെയും എന്തോ ഒരു സംഗതി കാണിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്റെ ഓക്കെ ക്വസ്റ്റ്യൻസ്. ഇതാണത്. അതായത് നമ്മുടെ സിലബസിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ലേണിംഗ് തിയറി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ എക്സാംസിൽ നോക്കുകയാണെങ്കിൽ ലേണിംഗ് തിയറീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ സിലബസ് മാത്രം നോക്കി പഠിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും ലേണിംഗ് തിയറി പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത് എക്സാമിൽ വരുന്നുണ്ട്. അതാണ് എക്സാമും സിലബസും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ മാം, താങ്ക് യു. വേറെ ആർക്കും ഡൗട്ട്സ് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ചാറ്റിൽ ഒന്ന് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? ഇതുവരെ നമ്മൾ ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണ്. എക്സാമിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇൻസൈറ്റ്സ് കിട്ടി എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ. സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്.